ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെന്റർ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ജോമെട്രിയുടെ 3 ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 4ാമത്തെ ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. ബേസ് ലെവൽ മുതൽ ഹൈ ലെവൽ വരെയുള്ള ഏകലവ്യ ബാച്ചിലെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിന് മുന്നേ ഉള്ള 3 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ദയവായിട്ട് കാണുക. ഞാൻ ഇനി സെപ്പറേറ്റ് ആയിട്ട് പെർസെൻറ്റേജിൻ്റെയും ജോമെട്രിയുടെ ഓരോ ചാപ്റ്റർ വൈസും പ്ലേലിസ്റ്റ് ഇടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ക്ലാസ്സുകളും കണ്ട് തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഗിവൺ ഫിഗർ എ ബി ഈസ് പാരൽ ടു ഡി. നമ്മൾ ലൈനിൻ്റെയും ആംഗിളിൻ്റെയും പാരൽ ലൈൻസിൻ്റെയും കോംപ്ലിമെൻ്ററി ആംഗിളും സപ്ലിമെൻ്ററി ആംഗിളും അങ്ങനെയുള്ള നമ്മൾ സ്റ്റാർ ഫിഗർ പഠിച്ചു ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 160 ഡിഗ്രി, ഓപ്ഷൻ ബി 120 ഡിഗ്രി, ഓപ്ഷൻ സി 180 ഡിഗ്രി, ഓപ്ഷൻ ഡി 210 ഡിഗ്രി. സോ ഇൻ ദ ഗിവൺ ഫിഗർ എ പാരൽ ടു എ ബി പാരൽ ടു ഡി, എ ബിയും ഡിയും പാരലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ലൈനിനെ നമുക്ക് നീട്ടി വരച്ചു കഴിഞ്ഞാലും എന്തായിരിക്കും, ഈ ലൈൻസ് രണ്ടും പാരലായിരിക്കും. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. എയും ബിയും സിയും കൂടെ വേണ്ടുന്നത്. അപ്പോൾ എയും ബിയും സിയും കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഇത് എ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് പറയാം, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ 180 മൈനസ് എ ആയിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഒരു പച്ച ലൈനിൽ വരച്ചേക്കുന്ന ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 നിന്നും എ ആംഗിൾ കുറയ്ക്കുന്നതായിരിക്കും. കാര്യം സ്ട്രെയിറ്റ് ലൈനിലെ ആംഗിൾ 180 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് നോക്കേ, നമ്മുടെ ക്യാച്ചി ഫിഗർ അല്ലേ, ദാ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ വന്നിട്ട് ഇതുപോലെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബി എന്ന് പറഞ്ഞാൽ നടുക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും സമ്മായിരിക്കും. ഇതിൻ്റെയും സമ്മായിരിക്കും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം, സി പ്ലസ്, സി എന്ന് പറഞ്ഞാൽ ഇതാണ് സി ഡിഗ്രി, സി പ്ലസ് ഇവിടെ ഇതിൻ്റെ ആവശ്യം ഇത് ഓ എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. യെസ്, സി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഇതാണ് സി പ്ലസ് 180 മൈനസ് എ. സിയും ഇതുകൂടെ കൂട്ടുന്നതാണ് നമുക്ക് ഇവിടെയുള്ള നടുക്കുള്ള ആംഗിൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സി പ്ലസ് 180 മൈനസ് എ എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് എ അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് ബി. ഈ മൈനസ് എ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് എ ആവും, സി അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് സി ആവും. എ പ്ലസ് ബി മൈനസ് സിയുടെ വാല്യൂ നമുക്ക് 180 ഡിഗ്രി നീട്ടി. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി മൈനസ് സി. എ പ്ലസ് ബി മൈനസ് സി എന്താണ്, 180 ഡിഗ്രി. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ളതും എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ടൈപ്പാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 360 ഡിഗ്രി, ഓപ്ഷൻ ബി 720 ഡിഗ്രി, ഓപ്ഷൻ സി 180 ഡിഗ്രി, ഓപ്ഷൻ ഡി 300 ഡിഗ്രി. ഓക്കെ, നോക്കാം. ഹിയർ ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ നമുക്ക് എന്ത് വേണം, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി, ആംഗിൾ ഇ, ആംഗിൾ എഫ്. ഇങ്ങനെ ഇത്ര 6 ആംഗിളുകളുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഡി ഉണ്ട്, സി ഉണ്ട്, ബി ഉണ്ട്, എ ഉണ്ട്, എഫ് ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് എത്ര നമ്പർ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ പഠിച്ച ഒരു സ്റ്റാർ എന്നാണ്. അപ്പോൾ സ്റ്റാറിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു n-4 × 180 ഡിഗ്രി. നമ്മൾ പഠിക്കേണ്ട ഒരു ഫോമുലയാണ് സ്റ്റാറിൻ്റെ ആംഗിൾ. ഞാനത് ആ ഒരു ആംഗിളിൻ്റെ സമ്മ് പഠിപ്പിച്ച സമയത്ത് ഒരു ടേബിളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ എത്ര ലൈൻസ് കൊണ്ടാണ് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കണം. എത്ര സെപ്പറേറ്റ് ലൈൻസ്, എത്ര ലൈൻ ഉണ്ട്. ഇതൊരു ലൈനാണ്, 2, 3, 4, 5, അതുപോലെ 6 ലൈൻ ഉണ്ട്. ഡി എഫ് എന്ന് പറയുന്ന ഒരെണ്ണം, ഡി ബി എന്ന് പറയുന്ന ഒരെണ്ണം, എഫ് ബി എന്ന് പറയുന്ന ഒരെണ്ണം, അതുപോലെ തന്നെ ഇ എ എന്ന് പറയുന്ന ഒരെണ്ണം, ഇ സി എന്ന് പറയുന്ന ഒരെണ്ണം, ഇ സി എ എന്ന് പറയുന്ന ഒരെണ്ണം. അങ്ങനെ 6 സൈഡുകൾ അല്ലെങ്കിൽ 6 ലൈൻസ് വെച്ചാണ് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ വാല്യൂ ആണ് n എന്ന് പറയുന്നത്. ഈ ഒരു ഫോമുല പഠിച്ചു വെക്കുക. സ്റ്റാറിൻ്റെ ഇതിനെയാണ് സ്റ്റാർ ഫിഗർ എന്ന് പറയുന്നത്. സ്റ്റാറിൻ്റെ ആംഗിളിൻ്റെ സമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, n-4 × 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താണ്, n ഇവിടെ 6 ആണ്. എത്ര ലൈൻ കൊണ്ടാണ് ഈ ഒരു സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 6 - 4 2 × 180 ഡിഗ്രി. നമുക്ക് ആൻസർ എത്ര കൊടുക്കാം, 360 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇത് അഡ്ജോയിനിങ് ഫിഗർ ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഓപ്ഷനും ഇതേപോലെ ഉണ്ട്. ഓപ്ഷൻ ഇതേപോലെ എ 900, ഓപ്ഷൻ ബി 720, ഓപ്ഷൻ സി 180 ഡിഗ്രി ആൻഡ് ഓപ്ഷൻ ഡി ഈസ് 540 ഡിഗ്രി. എന്ത് ആൻസർ കൊടുക്കും, എയും ബിയും ഇതുപോലെ തന്നെ എയും ബിയും സിയും ഡിയും ഇയും ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ എത്ര ലൈനേ ഉള്ളൂ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതും സ്റ്റാർ ഫിഗർ തന്നെയാണ്. ആൻസർ എന്ന് പറഞ്ഞാൽ n-4 × 180 ഡിഗ്രിയാണ് ആൻസർ. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്, ഇവിടെ 1 ഈ ലൈൻ, ഇ സി എന്ന് പറയുന്ന ലൈൻ 1, ഇ ബി എന്ന് പറയുന്ന ലൈൻ 2, എ ഡി എന്ന് പറയുന്നത് 3, ഡി ബി എന്ന് പറയുന്നത് 4, വേറെ എന്തെങ്കിലും ഉണ്ടോ, 5, എ സി എന്ന് പറയുന്നത് 5. അതായത് എൻ്റെ വാല്യൂ എത്രയാണ് ഇവിടെ, ഇവിടെ 5 ആണ്. 5 ലൈൻ കൊണ്ടാണ് ഈ ഒരു ഫിഗർ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ആൻസർ 5 - 4 ×
180 ഡിഗ്രി, അതായത് 1 × 180. ആൻസർ ഓപ്ഷൻ സി ആണ്. അതുകൊണ്ട് എല്ലാ സ്റ്റാറിൻ്റെയും ആംഗിളിൻ്റെ സമം 360 ഡിഗ്രി ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ 5 ലൈൻ കൊണ്ടാണ് ഈ സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ എന്തുണ്ട്? ഇവിടെ സ്റ്റാർ അല്ല, സ്റ്റാർ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഫിഗർ, ഈ ടൈപ്പ് ഫിഗർ കേട്ടോ, സ്റ്റാർ പോലെ ഇരിക്കും. അപ്പോൾ ഒരു ഫോർമുല ഓർത്ത് വെച്ചോളാം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ഇതിൻ്റെ ഗിവൻ ഫിഗർ. ഇപ്പോൾ ഫിഗർ ഞാൻ തരാം. ഫിഗർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ പഠിച്ച നമ്മളുടെ ആ ഒരു ക്യാച്ചി ഫിഗർ പോലെ. യെസ്, ഇതാണ് ഫിഗർ എന്ന് പറയുന്നത്. എ ഇവിടെ ഉണ്ട്, ബി ഇവിടെ ഉണ്ട്, സി ഇവിടെ ഉണ്ട്, യെസ്, ഡി ഇവിടെ ഉണ്ട്. ഇത് ഡി ആണ്. യെസ്, ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ ദ ഗിവൻ ഫിഗർ എ ബി ഡി ഈസ് 55. എ ബി ഡി, ഇതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. എ ബി ഡി 55 ആണ്. എ സി ഡി 30 ആണ്. എ സി ഡി ഇത് 30 ആണ്. ബി എ സി വൈ ആണ്. ബി എ സി ഇതിൻ്റെ വാല്യൂ നമുക്ക് വൈ എന്നാണ് തന്നിട്ടുള്ളത്, വൈ ഡിഗ്രി. അതിൻ്റെ നോൺ റിഫ്ലെക്സ് ആംഗിൾ ബി ഡി സി എക്സ്. ബി ഡി സിയുടെ നോൺ റിഫ്ലെക്സ്. അപ്പം അതിൻ്റെ നോൺ റിഫ്ലെക്സ് ബി ഡി സി എക്സ് എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 180 കൂടുതലുള്ളതാണ്. അപ്പോൾ 180 കുറവുള്ള വാല്യൂ, ഇവിടെ 180 കുറവുള്ള ഏതാണോ അതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഇതാണ് എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ റിഫ്ലെക്സ് എക്സ്. വാട്ട് ഈസ് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ? എക്സിൻ്റെയും വൈയുടെ, എക്സ് മൈനസ് വൈയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മളുടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഫോമുല നമുക്ക് ഇവിടെ എഴുതാം. എന്ത് ഫോമുലയാണ് എഴുതുന്നത്? നമ്മളുടെ ക്യാച്ചി ഫിഗറിൻ്റെ ഫോമുല. ഇത് എക്സ് എടുത്തത് എന്തുകൊണ്ടാണ്? നോൺ റിഫ്ലെക്സ് ഇതായതുകൊണ്ട്. അപ്പോൾ നമുക്ക് അറിയാം ക്യാച്ചി ഫിഗറിൻ്റെ കാര്യം വെച്ച്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചാണ്, ഇവിടുത്തുള്ള ആംഗിളും കൂട്ടുന്നതാണ് ഈ ആംഗിളും 3 ആംഗിളോട് കൂട്ടുന്നതാണ് നമ്മളുടെ ഈ ഒരു നടുക്കുണ്ടാവുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യാം. ഇങ്ങനൊരു ഫിഗറാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, യെസ്, ഇങ്ങനൊരു ഫിഗർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇത് എ, ഇത് ബി, ഇത് എക്സ്, ഇത് വൈ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം ഉണ്ട്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ, അത് നമ്മൾ ട്രയാങ്കിളിനകത്ത് പഠിക്കും. 2 ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മായിരിക്കും മൂന്നാമത്തെ സൈഡിൽ ഉണ്ടാക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ. ഇതെന്തായിരിക്കും? എ പ്ലസ് എക്സ് ആയിരിക്കും. ഈ എയും എക്സ് കൂടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉണ്ടാക്കുന്ന ആംഗിൾ വൈ പ്ലസ് ബി ആയിരിക്കും. ഇത് ഞാൻ നിങ്ങളെ ട്രയാങ്കിളിൽ പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. അതായത് നമുക്ക് ഈ ഒരു സം ഉണ്ടല്ലോ, എ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ബി. ഓക്കെ, വേറൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കൂടെ സമം. നമുക്ക് വേണ്ടത് എന്താ? എ പ്ലസ് എക്സും വൈ പ്ലസ് ബിയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ ഇതും കൂടെ കൂട്ടുന്നു. അതിൻ്റെ കൂടെ ഈ ഒരു വാല്യൂ കൂടെ കൂട്ടുന്നതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ, ഈ പുറത്ത് ഉണ്ടാകുന്ന വാല്യൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്നും പഠിക്കാം. ഒരു എന്താ പറയുക, ഒരു പ്രോട്ടോടൈപ്പ് പോലെ നിങ്ങൾക്ക് പഠിക്കാം. അതായത് ഇവിടുത്തെ ഉണ്ടാക്കുന്ന ആംഗിളും ഈ ആംഗിളിനെ കൂടെ സമ്മായിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സമ്മായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം? എക്സ് ഈക്വൽ ടു 55 അധികം ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 55, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 30 പ്ലസ് 30. തീരം നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കാം. പ്ലസ് വൈ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് വൈയുടെ വാല്യൂ എന്ത് കിട്ടും? നമുക്ക് 55ഉം 30ഉം 85 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും: 95, 15. ഓപ്ഷൻ എ 95, ഓപ്ഷൻ ബി 15, ഓപ്ഷൻ സി 85, ഓപ്ഷൻ ഡി ഈസ് 105. ഏതാണ് നമ്മുടെ ആൻസർ? ഓപ്ഷൻ സി 85 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ഫിഗർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടൈപ്പ് ഫിഗർ നിങ്ങൾക്ക് വരും. അപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കേണ്ട. ഇതിൻ്റെയും സമ്മായിരിക്കും നമ്മളുടെ ഈ പുറത്തുള്ളത്. അതിൻ്റെ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ല. നിങ്ങളത് ആ ഒരു സർക്കിളിൻ്റെ തിയറം വരുമ്പോൾ നമുക്ക് പഠിക്കാം. പക്ഷേ ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചോക്കുക. ഈ ഫിഗർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20. ഇത് കുറച്ച് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 20. അപ്പോൾ ഫിഗർ ഞാൻ വരയ്ക്കാം. യെസ്, അതിനകത്ത് നമുക്ക് ഓരോ ആംഗിളിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഇരിക്കും ഫിഗർ? ഇങ്ങനെ. യെസ്, ഇത് ബി ഉണ്ട്, ഇവിടെ സി, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഒ സി ആണ് വേണ്ടത്. ഇവിടെ 20 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ വേറെ നമുക്ക് ക്വസ്റ്റിനകത്ത് ഇവിടുത്തെ ഒരു ആംഗിൾ 115 തന്നിട്ടുണ്ട്. 115 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഫൈൻഡ് ആംഗിൾ ബി ഒ സി. ബി ഒ സി എന്ന് പറയുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് 2 പാരലാണ് തന്നിട്ടുണ്ട്. ഈ ഒരു ലൈനും പാരലാണെന്ന് തന്നിട്ടുണ്ട്. 2 പാരലാണ്. അപ്പോൾ പാരലാണെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ്
സ്ട്രെയിറ്റ് നീട്ടി വരയ്ക്കുക. അപ്പോൾ ഈ ബ്ലാക്ക് ലൈനിൽ വരച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ട്രെയിറ്റ് നീട്ടി വരയ്ക്കുക. ഇത് 115 ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും? 115 ആയിരിക്കും. അതായത് കറസ്പോണ്ടിങ് ആംഗിളാണ്. ഇതെന്താണ്? കറസ്പോണ്ടിങ് ആംഗിളാണ്. കറസ്പോണ്ടിങ് ആംഗിളാണ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? BOC എന്ന് പറഞ്ഞാൽ 115 അധികം 20 ആയിരിക്കും. അതായത് 135 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ് ഇത് 115 അധികം 20 എന്ന് എഴുതിയത് മനസ്സിലായോ? ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞൊരു തിയറമുണ്ട്. തിയറം എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളാണിത്. ഈ ട്രയാങ്കിളിൻ്റെ ഞാൻ ഓൾറെഡി ഒരു വട്ടം പറഞ്ഞു തോന്നുന്നു. നമുക്കിത് മുന്നോട്ട് പോകുമ്പോൾ ട്രയാങ്കിളിൽ ഒരുപാട് പഠിക്കാനുള്ളതാണിത്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇവിടെ ഉണ്ടാക്കുന്ന ഈ നേരെ നീട്ടി വരയ്ക്കുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. ഞാൻ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോഴേ നിങ്ങൾ പഠിച്ചോ. അപ്പോൾ ദ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇൻറ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 115ഉം 20. ഇതും ഇതുകൂടെ കൂടുന്നതായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ. അതിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 135 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ആൻസർ BOC എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 135 ആയിരിക്കും. നമുക്ക് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ബ്ലാക്ക് കളർ എഴുതാം. യെസ്, ഇങ്ങനെ ആയിരിക്കും ഫിഗർ ഉള്ളത്. ഇങ്ങനെ ഒരു ഫിഗർ. ഈ ഫിഗറിൽ ഇങ്ങനെ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരണമെന്നില്ല. പക്ഷേ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൺസെപ്റ്റ് കുറേ സ്ട്രോങ് ആവും. കൺസെപ്റ്റ് ഒരുപാട് സ്ട്രോങ് ആവും. ഇത് 70 ഉണ്ട്, 20 ഡിഗ്രി ഉണ്ട്. ഇതിൻ്റെ വാല്യൂ X ആണ്. നമുക്ക് ഫൈൻഡ് X ആണ്. ഇതും പാരലാണ്. അപ്പം കറുത്ത കളറിൽ വരച്ചിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് രണ്ട് പാരലായതുകൊണ്ട് ഇത് 70 ആണെങ്കിൽ ഇതും എത്ര ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് 70 എന്താ? കറസ്പോണ്ടിങ് ആംഗിളാണ്. പാരലാണ്. ഇത് 70 ആണെങ്കിൽ ഇതൊന്നാണ് 70 ആണ്. ഇനി ഇവിടെ ഇതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 70 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ എന്താണ്? എക്സ്റ്റീരിയർ ആംഗിളാണ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആയതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മാണ്. അതായത് 20ഉം X കൂടെ കൂട്ടുന്നതാണ് 70 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര വന്നേ പറ്റൂ? 50 വന്നേ പറ്റൂ. X 50 വന്നാൽ മാത്രമേ എന്താവത്തുള്ളൂ? 50 + 20 ഇവിടെ 70 വരത്തുള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 50 ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം എങ്ങനെയാണ് ഫിഗർ തന്നിട്ടുള്ളത്. അത് കറുത്ത ഇതിൽ ഞാൻ വരയ്ക്കാം. യെസ്, ഇങ്ങനെ ഒരു ഫിഗർ. പക്ഷേ ഇതൊന്നും വരണമെന്നില്ല. നിങ്ങൾ ഇതെന്ത് ചെയ്യുക? അത് കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത് ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതേപോലെ പഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെയാണ് ജിയോമെട്രി പഠിക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും കുറച്ച് നിങ്ങൾക്ക് ലൈൻസുമായിട്ടൊക്കെ ഒരു പരിചയം വരും. അപ്പോൾ നമുക്ക് പതുക്കെ വലിയ ക്വസ്റ്റ്യൻസിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങോട്ടുണ്ട്. യെസ്, നമുക്ക് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇവിടെ ഇത് A ആണ്, ഇത് B ആണ്, ഇവിടെ ഈ പോയിന്റ് C ആണ്. യെസ്, ഒരു മിനിറ്റ്. C ആണ്, ഇത് ഈ പോയിന്റ് C ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇത് 110 ഡിഗ്രി തന്നിട്ടുണ്ട്. 110 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം? ഇത് രണ്ട് പാരലാണ്. ഇതും പാരലാണ് തന്നിട്ടുണ്ട്. ആംഗിൾ ABC 110 ആണ്. ആംഗിൾ ABC ആണ് വേണ്ടത്. ആംഗിൾ ABCയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. യെസ്, എന്ത് കിട്ടും? ഇത് 110 ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ ലൈൻസ് എന്താണ്? ഇത് രണ്ടും പാരലാണ്. ഒന്ന് ചെയ്യാൻ പറ്റും നോക്കേ. ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കേ. ഇവിടെ വരുമ്പോൾ ഇത് 110 ആണ്. ഈ ആംഗിൾ 110 ആയതുകൊണ്ട് ഈ താഴെ എന്ത് തന്നെ വരും? 110 തന്നെ വരും. എന്താണ്? നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾ. അപ്പോൾ ഇത് 110 വന്നു കഴിഞ്ഞാൽ ഇതും പാരലാണ് കേട്ടോ. ഈ ലൈനും പാരലാണ്. അതും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പാരലായിട്ട് തന്നുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇത് 110 ആയതുകൊണ്ട് നമുക്ക് എന്താ? ABC ആണ് വേണ്ടുന്നത്. ABC ആകുമ്പോൾ മേളിലോട്ടുള്ള ആംഗിളാണ് വേണ്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്. ഈ ലൈനും AB എന്ന് പറയുന്ന ലൈനും ഈ ഒരു ലൈനും എന്താണ്? പാരലാണ്. ഇത് 110 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഒരു ട്രാൻസ്വേഴ്സൽ കട്ടിയുമാണ്. ഇത് 110 ആയതുകൊണ്ട് എവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ 110 ആയിരിക്കും. ഈ മേളിലുണ്ടാക്കുന്ന ഈ ആംഗിൾ അകത്തുള്ള ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഇതും 110 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ABC ആണ് വേണ്ടുന്നത്. ABCയിൽ ചോദിച്ചേക്കുന്നത് ABC. ആംഗിൾ ABC എന്തായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ കൂടെ തന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 22 വരെ ഇപ്പോൾ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 23ൽ നമുക്ക് ഫിഗർ ഇങ്ങനെ ഇതുപോലൊരു ഫിഗർ. യെസ്,
ഇങ്ങനൊരു ഫിഗർ ഉണ്ട്. ഈ ഫിഗറിൽ ഇതെല്ലാം പാരലൽ ലൈൻസ് ആണ്. ഇത് പാരലാണ്, ഇത് പാരലാണ്, ഇത് പാരലാണ്, മൂന്നും പാരലൽ ലൈൻസ് ആണ്. നമുക്കിവിടെ ഇത് ഇ ആണ്, ഇത് എഫ് ആണ്, ഇത് സി ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇത് 35 ഡിഗ്രിയാണ്, ഇത് 35 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്, ഇത് 65 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അതിനാൽ ഫൈൻഡ് ആംഗിൾ സി ഇ എഫ്. സി ഇ എഫ് എന്ന് പറയുന്ന ആംഗിളാണ് നമുക്ക് വേണ്ടത്. സി ഇ എഫ്, സി ഇ എഫ്, ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്ന് നമുക്ക് പച്ച കളറിൽ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേ, ഇവിടെ ഈ ലൈൻസ് എല്ലാം പാരലാണ്. ഇപ്പോൾ ഇങ്ങനെ പാരലാണെങ്കിൽ നമുക്ക് കുറച്ച് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരും. ഇതാ ജസ്റ്റ് ഇതൊന്ന് നീട്ടി വരയ്ക്കാം. നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇത് രണ്ടും എന്താണ്, പാരലാണ്. അപ്പോൾ പാരൽ ലൈൻ ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സലാണ്. ഈ 65 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, 65 ആയിരിക്കും. നമ്മുടെ ഇൻറ്റീരിയർ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചാണ്. ഇപ്പോൾ ഇത് 65 വന്നു, ഇത് 35 ആണ്. ഇത് സ്ട്രേറ്റ് ലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് 115 ഡിഗ്രിയാണ്. കാര്യം സ്ട്രേറ്റ് ലൈനിൽ 180 ആണ് സമ്മ്. ഇത് 65 ആണെങ്കിൽ 115 ആയേ പറ്റും. അങ്ങനെയാണെങ്കിൽ സി എഫ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നോക്കേ, നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കിയാൽ ഞാൻ ചുവന്ന വശയിൽ വരയ്ക്കുന്ന ട്രയാങ്കിൾ നോക്കിയതാ, ഇതാ ഈ ഒരു ട്രയാങ്കിളിൽ ശ്രദ്ധിക്കണം. ഓരോ ഫിഗറും നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു ഫിഗറിന്, ഒരു വലിയ പടത്തിൻ്റെ അകത്ത് ഫിഗറിൻ്റെ അടുത്ത് ചെറിയൊരു ഫിഗറിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നത്. ഇതൊന്നും എക്സാമിന് വരുമെന്നല്ല പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു ക്ലാസ് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇവിടുത്തെ 35 115 ആണെങ്കിൽ ഈ ആംഗിൾ സി ഇ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പഠിച്ചതുപോലെ ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളാണ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ഉള്ള ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 35 ഡിഗ്രി അധികം 115 ഡിഗ്രി, നമുക്ക് എന്ത് കിട്ടും, 35 115 150 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. അതായത് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, 150 ഡിഗ്രിയാണ്. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യുവാണ്, ജോമെട്രിയെ പറ്റിയ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ജോമെട്രി എന്താണ്, ഫിഗേഴ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി സെറ്റാക്കുകയാണ്. അപ്പം നിങ്ങളുടെ കുറേ പേരുടെ റിക്വസ്റ്റ് കണ്ടു, ഡെയിലി ക്ലാസ് ഇടും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഷെഡ്യൂൾ പോലെ ഇടുമെന്ന്. ഷെഡ്യൂൾ ഇവിടെ ഇരുന്നായിരിക്കും ഞാനൊരു 15 to 20 മിനിറ്റ് ഇനി ഒരു ക്ലാസ് എടുക്കുന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. അതാകുമ്പോൾ എനിക്ക് ഒരുപാട് വലിയ ക്ലാസ്സിൽ എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ അത് ജോമെട്രി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഇട്ടിട്ട് അതിനകത്തും ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റൻ ഉണ്ട്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലൈൻസ് ആൻഡ് ആംഗിൾസിൻ്റെ പ്രോബ്ലംസും എല്ലാം ചെയ്യാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ മെസ്സേജും കമൻറ്റും ഒക്കെ ഇടുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ചെയ്യാം. ഞാൻ ഇടയ്ക്കൊക്കെ സമയം കണ്ടെത്തി ക്ലാസ് ചെയ്യും. അത് നിങ്ങളുടെ ഒരു റെസ്പോൺസ് അനുസരിച്ച് ക്ലാസ്സുകളുടെ എണ്ണം കൂടിക്കൂടി വരും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രം മതി. അതിനുവേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ ക്ലാസ്സിലും കാണുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. യെസ്.